കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കണ്ണും നട്ടിരുന്ന കേരളത്തിനാകട്ടെ ഒടുവിൽ നിരാശയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രതിഷേധം ഇപ്പോൾ ഇടത് വലത് മുന്നണികളാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ കേന്ദ്രം കേരളത്തിന് കൈമാറിയ ഒന്നും അവിടെ തന്നില്ല എന്ന് പറയുന്നവർക്കെതിരെ തക്കതായ മറുപടി തന്നെയാണ് ഇപ്പോൾ BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കാനുള്ള ശേഷി സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തെല്ലാം നൽകിയിട്ടുണ്ട് എന്നതിന് അത് വ്യക്തമാക്കുന്ന 8 പേജുള്ള ഒരു രേഖ തന്റെ പക്കലുണ്ട് എന്നത് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും പിന്നീട് ഈ രേഖ എന്താണ് എന്നത് വിശദീകരിക്കാം എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കേന്ദ്ര ബജറ്റിൽ തങ്ങൾക്ക് ഒന്നുമില്ല എന്ന് അലമുറയിട്ട് അവിടെ കരയുന്ന ഇടത് വലത് മുന്നണികൾക്കാകട്ടെ തക്ക മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. കേന്ദ്രം അവതരിപ്പിച്ച ബജറ്റിനെതിരെ കോൺഗ്രസ് രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. മാല എലിയെ പ്രസവിച്ചു എന്നതുപോലെയാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചത് എന്നതായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതിനോടായി തന്നെ കുറ്റപ്പെടുത്തിയത്. എന്നാൽ UPA സർക്കാരിന്റെ കാലത്ത് എന്താണ് കേരളത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനുമായി തന്നെ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യവും രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എടുത്തു ചോദിക്കുകയും ചെയ്തു. ഇതിനോട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതികരിക്കാൻ ഒന്നുമില്ല എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന പ്രചരണം 100% നുണയാണ്. കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ച CPM തങ്ങളുടെ ഭരണത്തിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കുന്നതിന് പകരം തന്നെ കേന്ദ്രത്തിനെതിരെ കുപ്രചരണം നടത്തുകയാണ്. അതിനായി തന്നെയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനു മുൻപേ തന്നെ UPA സർക്കാർ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തതെന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത്. കേരളത്തിന് ലഭിച്ച റെയിൽവേ വിഹിതത്തെക്കുറിച്ചും ആ പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നതും വ്യക്തമാക്കിയിരുന്നു. നരേന്ദ്രമോദി സർക്കാർ എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ബജറ്റിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂവെന്നും ഇവിടെ അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള BJP സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാണ് എന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആദ്യഘട്ട പട്ടികയിൽ തീരുമാനമെടുക്കും എന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ആകട്ടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതേപോലെ രൂക്ഷമായ വിമർശനങ്ങളുമാണ് അഴിച്ചുവിടുന്നത്. ഇതിൽ കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാൽ ആകട്ടെ പറയുന്ന കാര്യങ്ങൾ വളരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് കേന്ദ്രത്തിനെതിരെ എടുത്തു പറയുന്നത്. അതേസമയം ഏറ്റവും സങ്കടകരമായ കാര്യം കേരളത്തിലെ ഈ ബജറ്റ് പൂർണ്ണമായി അവഗണിച്ചു എന്നതാണ്. 2013-14 UPA സർക്കാർ കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് 13 വർഷം കഴിഞ്ഞിട്ടും രാജ്യവ്യാപകമായി തന്നെ നിരവധി എയിംസുകൾ പ്രഖ്യാപിച്ചിട്ടും ഈ ഒരു ബജറ്റിൽ അത് നൽകിയിട്ടില്ല. അത് ഏറ്റവും വലിയ സാധ്യത, അതായത് ഏറ്റവും വലിയ സാധ്യതകളുള്ള ആരോഗ്യം, ടൂറിസം, ആയുർവേദം, പരമ്പരാഗത വ്യവസായം എന്നീ മേഖലകൾക്ക് കേരളത്തിന് മാത്രമായി തന്നെ ഒരു പദ്ധതിയും ഇല്ല എന്നും ഹൈസ്പീഡ് റെയിലിൽ ആ ഒരു കോറിഡോറിന്റെ കാര്യത്തിൽ പോലും ഈ ശ്രീധരൻ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. അദ്ദേഹം കേന്ദ്രവുമായി തന്നെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിലെ 7 ഇടങ്ങളിൽ ഹൈസ്പീഡ് കോറിഡോർ അനുവദിച്ചിട്ട് പോലും കേരളത്തിന് അത് നൽകിയില്ല. BJP സർക്കാർ കേരളത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നതായിരുന്നു ഇതിലൂടെ തന്നെ KC വേണുഗോപാൽ കുറ്റപ്പെടുത്തിയത്. 2014 മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് മുതൽ തന്നെ കേരളത്തിന് അവഗണനയാണ് ലഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ മറ്റു BJP നേതാക്കളും റോഡ് ഷോയുമായി തന്നെ കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങും. അതേപോലെ തന്നെ ഇടിവെട്ടും വിധത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇവർ നടത്തും. പിന്നെ അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയാകുമെന്നും 7 സംസ്ഥാനങ്ങളിൽ അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിലെങ്കിലും കേരളം ഉൾപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് തന്റെ പോക്കറ്റിലുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും എടുത്തു തരാം എന്നതായിരുന്നു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ബജറ്റ് വന്നപ്പോൾ കിട്ടിയതാകട്ടെ വട്ടപൂജ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.